കഥകളായിരം ചൊല്ലി കുഞ്ഞുങ്ങളുടെ സ്വന്തം കഥമാമൻ 3 വർഷം കൊണ്ട് 1000 കഥകൾ എഴുതി സ്വന്തം ശബ്ദത്തിൽ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുകയെന്ന അപൂർവ നേട്ടത്തിലേക്ക് നടക്കുകയാണ് ബാലസാഹിത്യകാരനും അധ്യാപകനുമായ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ലോക്ക്ഡൌൺ കാലത്ത് അടച്ചുപൂട്ടി വീട്ടിലിരുന്ന കുട്ടികൾക്ക് പ്രചോദനമേകാൻ തുടങ്ങിയ ഈ കഥ പറച്ചിൽ ഇന്നും തന്റെ ജീവിതയാത്രയോടൊപ്പം തുടരുകയാണ്. പ്രിയമുള്ള കാട്ടുവാസികളെ, കാടിന്റെ പൊന്നോമനപുത്രൻ ഗണ്ടൻ കണ്ടാമൃഗത്തിന് ചക്കപ്പഴം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഗണ്ടച്ചാരേ നേതാവേ, കൊമ്പുകുലുക്കി നടന്നാട്ടെ, നിന്നുടെ പിന്നിൽ വരിവരിയായി 1000 ഉണ്ടണികൾ. 3 വർഷം കൊണ്ട് 1000 കഥകൾ സ്വന്തമായി എഴുതി സ്വന്തം ശബ്ദത്തിൽ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുക എന്ന അപൂർവ നേട്ടത്തിലേക്ക് നടക്കുകയാണ് ബാലസാഹിത്യകാരനും അധ്യാപകനുമായ കാക്കൂർ കാഞ്ഞിരപ്പള്ളി മനയിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. 4 വർഷം മുൻപ് കൊറോണ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ വോയിസ് മെസ്സേജ് രൂപത്തിൽ വാട്സാപ്പിലൂടെ കഥ പറഞ്ഞു തുടങ്ങിയ കഥ പറയാം കേൾക്കൂ എന്ന പങ്ക്തിയുടെ ശ്രോതാക്കളായി കുട്ടികളും മുതിർന്നവരുമായി അനേകം പേരുണ്ടായിരുന്നു. 2020 മാർച്ച് 31 ലോക്ക്ഡൌൺ മൂലം അടച്ചുപൂട്ടി വീട്ടിലിരുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കൂത്താട്ടുകുളം ആസ്ഥാനമാക്കിയുള്ള ഇ റീഡിംഗ് ലിസണിംഗ് ക്ലബ് എന്ന വാട്സാപ്പ് സൗഹൃദ കൂട്ടായ്മയിൽ ആരംഭിച്ച കഥ പറച്ചിൽ പിന്നീട് 100ഓളം ഗ്രൂപ്പുകളിൽ നേരിട്ടും അതിലേറെ ഗ്രൂപ്പുകളിൽ മറ്റുള്ളവർ വഴിയും പങ്കുവച്ച് ജനപ്രിയമായി മാറി. ഹരീഷ് മാഷ് മുടങ്ങാതെ കഥ പറച്ചിൽ ആരംഭിച്ചിട്ട് 1000 ദിവസങ്ങൾ പൂർത്തിയാവുന്നു. വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കഥകൾ, ആനുകൂലിക സംഭവങ്ങൾ, ദിനാചരണങ്ങൾ എന്നുവേണ്ട ചുറ്റും കാണുന്ന എന്തും കഥയാക്കി മാറ്റുകയാണ് ഹരീഷ് മാഷ് ചെയ്തത്. കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്തെ സംഭവ വികാസങ്ങൾ കാട്ടിൽ നടക്കുന്നതായി സങ്കല്പിച്ചെഴുതിയ കഥകൾ കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാട്ടിൽ നടക്കുന്നതായി നമുക്കൊന്ന് സങ്കല്പിച്ചാലോ? അങ്ങനെ കാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഥകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളും വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ കുറച്ച് കഥകളുണ്ട്. ഇത് ഉടൻ തന്നെ പുസ്തകമായി മാറുകയും ചെയ്യും. ഇപ്പോൾ ശബ്ദരൂപത്തിൽ കുട്ടികളിൽ എത്തിക്കുകയാണ്. ഇലക്ഷൻ പ്രമാണിച്ച് ഈ കഥകൾക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഓരോ വിശേഷത്തോടും അനുബന്ധിച്ച് കഥകൾ എഴുതാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ വിശേഷം തിരഞ്ഞെടുപ്പായതിനാൽ ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് കഥകളാണ് എഴുതുന്നത്. 1000 കഥകൾ പൂർത്തിയാക്കി. 1008ാമത്തെ കഥ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് നടക്കുന്നത്. അത് ഒരു തിരഞ്ഞെടുപ്പ് കഥ തന്നെയാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇതിനു പുറമെ കുട്ടിക്കവിതകളും പുരാണ കഥകളും ഹരീഷ് മാഷ് എഴുതാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. കൊച്ചിയിലെ ഏറ്റവും നല്ല വെഡിംഗ് ഡ്രസ്സുകൾ, മാമോദിസ ഉടുപ്പുകൾ, ആദ്യ കുർബാന ഉടുപ്പുകൾ, ഡെക്കറേറ്റീവ് കാൻഡിൽസ് മുതൽ ഗ്ലൗസ് വരെ, കുഞ്ഞോമനകൾക്കായി കുഞ്ഞുടുപ്പുകൾ, ബർത്ത്ഡേ ഐറ്റംസ്, സോക്സുകൾ, ഷൂസുകൾ, അങ്ങനെ ഒട്ടേറെ ബേബി പ്രൊഡക്ട്സ്, വധുവരന്മാർക്ക് ആവശ്യമായ ഫ്രഷ് ഫ്ലവർ ബൊക്കെ, ഇവയെല്ലാം നിങ്ങൾക്ക് അൽഫോൺസയിൽ ലഭിക്കും. അൽഫോൺസ, ദ റിച്ച് ക്വാളിറ്റി അറ്റ് ദ റൈറ്റ് പ്രൈസ്.